നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ടതായ ഒരു യോഗം രൂപം കൊള്ളുകയാണ്. ഗജകേസരി യോഗത്തിന്റെയും ബുധാദിത്യ യോഗത്തിന്റെയും ഈ അപൂർവമായ സംയോജനം ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ നൽകും എന്ന് പറയുന്നു. ദേവഗുരു വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സംയോജനം ഒരു ജാതകത്തിൽ രൂപപ്പെടുമ്പോഴാണ് ഗജകേസരി യോഗം രൂപം കൊള്ളുക. ഗജകേസരി യോഗം ബഹുമാനവും സമൃദ്ധിയും ജീവിതത്തിലേക്ക് നൽകുന്നതാണ്. അതേസമയം സൂര്യന്റെയും ബുധന്റെയും സംയോജനത്താൽ രൂപം കൊള്ളുന്ന ബുധാദിത്യ യോഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും നാഴികക്കല്ലായി മാറും. ബുദ്ധിവർദ്ധനവ് വന്നു ചേരും. ബുദ്ധി വൈഭവം എല്ലാ കാര്യങ്ങളിലും പ്രകടമാകുന്ന സാഹചര്യം, തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരാം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. വലിയ രീതിയിലുള്ള വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക. ഈ രണ്ട് മഹായോഗങ്ങളുടെയും സ്വാധീനം കാരണം ഈ പരാമർശിക്കാൻ പോകുന്ന രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ കാലമായി അനുഭവിച്ചു പോരുന്ന ചില വിഷമതകൾക്ക് ഒരു പരിഹാരമാകും. ശക്തമായ ചില ഗുണകരമായ ചില മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിച്ചിരിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. ഏവരും ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമമാണ് എങ്കിലും കമന്റായി രേഖപ്പെടുത്തൂ. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാൾക്കാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം കുറയില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളിലേക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. ഈ സമയം കരിയറുമായി ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. അത് തൊഴിൽപരമാകാം, മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഇത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. പലരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പിന്തുണ ആർജിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ബിസിനസ് സംബന്ധമായി പോലും അനുകൂലമായ കാര്യങ്ങൾ, പുതിയ അവസരങ്ങൾ കടന്നു വരാം. ബിസിനസ് സംബന്ധമായ കരാറുകൾ അനുകൂലമായി തീരാം. വളരെ കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ലാഭം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. തടസ്സപ്പെട്ടിരിക്കുന്നതായ ജോലികൾ അത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ വിഷമതകൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും ഇഴഞ്ഞു പോകുന്നു എന്നൊരു പരാതി നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിന് അല്പം വേഗത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ചില തീരുമാനങ്ങൾ കൃത്യതയോടെ എടുക്കുകയും അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ധനപരമായ ചില കാര്യങ്ങളും അനുകൂലമായി തീരാം. സമ്മർദ്ദങ്ങൾ പലതും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം. പല കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. അന്തരീക്ഷം കൂടുതൽ ഗുണകരമായി തീരാം. സമാധാനം പല കാര്യങ്ങളിലും വന്ന് ചേരുന്ന സമയമാണ്. ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ മറ്റുള്ളവരുടെ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊരു മാറ്റം ലഭിക്കണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നത് ഗുണകരമായി തീരും. പൂർണ്ണമായ ശ്രദ്ധ എല്ലാ കാര്യങ്ങളിലും പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ പുതിയ ശാഖകൾ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായി ഒരൽപ്പം ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. പല വാർത്തകളും അത് ശുഭകരമായ വാർത്തകളാണ് എങ്കിലും തേടിയെത്തുന്ന സമയമാണ്. അവസരങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.
മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകീരം, തിരുവാതിര, പുണർദം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഥവാ മിഥുനം രാശിക്കാർക്ക് ബുധന്റെ ഈ സ്ഥാനത്തു നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നേട്ടങ്ങൾ സാധ്യമാകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച സിദ്ധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പോലും പ്രകടമായ മാറ്റങ്ങൾ കടന്നു വരാം. ഗണ്യമായ പുരോഗതി കടന്നു വരുന്ന ഒരു സമയം തന്നെയാണ് മുന്നിലുള്ളത്. കൂടാതെ സാമ്പത്തിക പുരോഗതി, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാം. വരുമാന വർധനവ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. വിജയങ്ങൾ നേടുവാനുള്ള അവസരങ്ങൾ സിദ്ധിക്കാം. തൊഴിൽപരമായ സ്ഥാനക്കയറ്റങ്ങൾ വന്നു ചേരാം. മികച്ചതായ അവസരങ്ങൾ പല കാര്യങ്ങളിലും സിദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരുക. തീരുമാനങ്ങൾ കൃത്യതയോടെ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി തീരാം. പല കഴിവുകളും നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ കഴിവുകൾ നിങ്ങൾക്ക് കൃത്യതയോടെ പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. കഴിവുകൾ നിങ്ങൾക്ക് ഗുണകരമായി തീരാവുന്നതാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ മുന്നിൽ നിന്ന് നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനലാഭം, പിന്തുണ പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അവരുടെ ചില പ്രവർത്തനങ്ങളെ ചെറുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ ചില പുരോഗതിക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. വാക്കുകളിൽ അല്പം മൃദുത്വം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. മാധുര്യത്തോടെ തന്നെ സംസാരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. സഹോദരങ്ങളായുള്ള പ്രശ്നങ്ങൾ, വേണ്ടപ്പെട്ടവരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഗൃഹസൗഖ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്ന സമയമാണ്. പല കാര്യങ്ങളിലും കൃത്യതയോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ഈ സമയം സ്ഥിതിഗതികൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ഉണർവില്ലാതിരിക്കുന്നതായ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരാം. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഭൗതിക സുഖങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം കലാപ്രവർത്തകർക്കും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. രഹസ്യങ്ങൾ അത് രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അത് പുറത്തു പോകുന്നത് നിങ്ങൾക്ക് അശുഭകരമായി തീരാം. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങുക. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നാളുകാർ. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ സ്വാധീനം മൂലം ഇവരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ബഹുമാനം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. കരിയർ സംബന്ധമായി വളരെയധികം വളർച്ച പ്രകടമാകുന്ന സമയമാണ്. ആഗ്രഹിച്ചിരുന്ന ജോലി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അന്വേഷണം പല കാര്യങ്ങളിലും ശുഭകരമായി അവസാനിക്കാം. പല കാര്യങ്ങളിലും കൃത്യമായ നിഗമനങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിച്ചു എന്ന് വരാം. ജോലി സംബന്ധമായി ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. നേതൃത്വപരമായ ഗുണങ്ങൾ അത് നിങ്ങൾക്ക് വന്ന് ചേരാവുന്ന സമയമാണ്. ഗുണങ്ങൾ പലതും വിലമതിക്കപ്പെടുന്ന സമയമാണ്. തടസ്സപ്പെട്ടിരിക്കുന്നതായ ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മുടങ്ങിക്കിടന്നിരുന്നതായ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. വാഹനങ്ങൾ, ഇത്തരത്തിൽ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള തീരുമാനം എത്താം. പല കാര്യങ്ങളും ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഈ സമയം ചില ശീലങ്ങൾ മാറ്റുവാനുള്ള ശ്രമങ്ങൾ വിജയം കാണാവുന്നതാണ്. കൂടാതെ കാര്യനിർവഹണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകണം എന്നില്ല. ശരി തെറ്റുകളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അധ്വാനം അല്പം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്.
ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കർമ്മ നിർവഹണത്തിന് തടസ്സങ്ങൾ ഉണ്ടാകണം എന്നില്ല. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ഒരു പരിചയം വന്നു ചേരുകയും പ്രായോഗിക പരിചയം നിങ്ങൾക്ക് ഗുണകരമായി തീരാം. മനസന്തോഷമുണ്ടാകാവുന്ന അനുഭവങ്ങൾ വന്നെത്താം. പ്രവചനങ്ങൾ ഫലിച്ചതിൽ വളരെയധികം സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ തടസ്സങ്ങൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ ചില വ്യക്തികൾ നിങ്ങളെ ചതിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും അംഗീകാരം ലഭിക്കും, എങ്കിലും ചിലർ കുറ്റപ്പെടുത്തുവാനും സാധ്യത കൂടുതലാണ്. ചില കാര്യങ്ങൾ ലാഭത്തിലേക്ക് എത്തിക്കുകയോ ലാഭം ലഭിക്കുകയോ ചെയ്യാം. ചില ശുഭ തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ കൃത്യത പുലർത്തുവാൻ സാധിക്കും. ലഘുയാത്രകൾ മാനസിക സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമായി തീരും. ഇത്തരത്തിൽ പല വിഷമതകൾക്കും ഒരു പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോവുകയും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാണ്. ശ്രദ്ധയോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, ചോതി, വിശാഖം എന്നീ നാളുകാർ. തുലാം രാശിക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഗജകേസരി യോഗം ഇവരുടെ ജീവിതത്തിൽ സ്ഥിരതയും സന്തോഷവും കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. ധനപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരുക, അല്ലെങ്കിൽ ധനപരമായ സഹായങ്ങൾ സിദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടം വായ്പകൾ തിരിച്ചടയ്ക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബാങ്ക് ബാലൻസ് ഉയരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കലഹങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ കടന്നു വരാവുന്ന ഒരു സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ ചില നേട്ടങ്ങൾ കടന്നു വരാം. അകാരണമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പ്രണയികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. പെട്ടെന്ന് പിണങ്ങുവാനും ഇണങ്ങുവാനും സാധ്യതയുള്ള സമയമാണ്. ഏതൊരു കാര്യത്തിലും പ്രതികരണങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരാം. സാങ്കേതിക ജ്ഞാനം പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം തൊഴിൽപരമായി വരുമാന വർധനവ് വന്നു ചേരാം. പല കാര്യങ്ങളിലും മുൻപ് ലഭിക്കാതിരുന്നതായ അനുമതി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അലച്ചിൽ നേരിടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ദിശാബോധത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കും. ലാഭവും നഷ്ടവും ആവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. ആലസ്യം പല കാര്യങ്ങളിലും വിനയായി തീരാം. ശ്രദ്ധ പുലർത്തണം. ചില കാര്യങ്ങളിൽ പുനർശ്രമങ്ങൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അപ്രീതി പല കാര്യങ്ങളിലും ഉണ്ടാകാം. പല കാര്യങ്ങളും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരാം. ഭൂമി സംബന്ധമായി ആദായം ലഭിക്കാം. തൊഴിൽപരമായ അവസരങ്ങൾ വന്നു ചേരാം. കൈവായ്പകൾ പോലുള്ള കാര്യങ്ങൾ മടക്കി കിട്ടുവാൻ സാധിക്കും. പ്രണയികൾക്ക് ആഹ്ലാദം വന്ന് ചേരാവുന്ന സമയമാണ്. കാര്യനിർവഹണം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പുതിയ കാര്യങ്ങൾ കൃത്യതയോടെ പഠിച്ച് ജീവിതത്തിൽ അത് വിനിയോഗിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്നും സഹകരണം ലഭിക്കാം. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഉപാസനകൾ തടസ്സപ്പെടില്ല എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളിലും ഒരു അവസരം സംജാതമാകുന്ന സമയമാണ്. പുതുതലമുറയുടെ വാക്കുകൾ അത് കൃത്യതയോടെ കേട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കാവുന്ന അനുകൂല സാഹചര്യങ്ങൾ കടന്നു വരുന്ന സമയമാണ്. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം.